2026 ഇലക്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത് മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ളതാണ്. അതിൽ വി.ഡി. സതീശനെതിരെ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഈ പറഞ്ഞ പോലെ മുസ്ലിം സമുദായം മാത്രം സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം തീവ്രവാദികൾക്ക് മാത്രം വേണ്ടപ്പെട്ട ഒരു നേതാവ് എന്നുള്ള രീതിയിലാണ് പല മീഡിയകളും വി.ഡി. സതീശനെ മുമ്പോട്ട് വെക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? വി ഡി സതീശനോട് താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല എന്ന് കരുതുന്ന പല ആളുകളുമാണ് ഇത്തരത്തിലുള്ള കഥകൾ, പല രീതിയിലുള്ള കഥകൾ അഴിച്ചുവിടുന്നത്. പ്രമുഖരായിട്ടുള്ള നിരവധി ആളുകളുണ്ട് അതിൽ എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഇവർ ഈ ഉന്നയിക്കുന്ന ഈ ആരോപണത്തിന് പിന്നിൽ എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നും ഇല്ലെന്നും വേണമെങ്കിൽ നമുക്ക് പറയാന്നുള്ളതാണ്. നമുക്കറിയാം, വി ഡി സതീശൻ സാമുദായിക നേതാക്കൾക്ക് മുമ്പിൽ കിടന്നു കൊടുക്കാത്ത ഒരാളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണത്. രാഷ്ട്രീയക്കാര് സാമുദായിക സംഘടനകൾ അല്ലെങ്കിൽ അത്തരം നേതാക്കൾക്ക് മുമ്പിൽ പോയിട്ട് ഇരുന്നോളൂ, പക്ഷെ ഒരിക്കലും കിടന്നു കൊടുക്കരുത്. ഇതാണ് വി ഡി സതീശൻ കുറേ നാളുകൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം അത് തന്നെ പറഞ്ഞ വി ഡി സതീശൻ ജമാഅത്തി ഇസ്ലാമിക്ക് മുമ്പിൽ ഇരുന്നാണോ കൊടുക്കുന്നത് അതോ കിടന്നാണോ കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ സംസ്ഥാനം ചർച്ച ചെയ്യുന്നത്. ഇരുന്നാണോ കൊടുക്കുന്നത് വി ഡി സതീശൻ അതോ കിടന്നാണോ കൊടുക്കുന്നത്? കാരണം കെ.സി. വേണുഗോപാലുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. ഇവർ രണ്ടുപേരും ഉണ്ടായിട്ടും സീനിയർ ആയിട്ടുള്ള നേതാക്കളാണ്. അവർക്കൊന്നും കിട്ടാത്ത ഒരു ജനപിന്തുണ വി ഡി സതീശന് ലഭിക്കുകയാണ്. ജനങ്ങൾ കുറേയധികം ആളുകൾ തെരുവിലിറങ്ങുകയാണ്. അപ്പോൾ ആരാണ് ഈ ഇറങ്ങുന്ന ജനങ്ങൾ? ഇവർ ഏത് സമുദായക്കാരാണ്? പല മാധ്യമപ്രവർത്തകരും, പ്രത്യേകിച്ചും യൂട്യൂബ് മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്നത് ഇസ്ലാമിക് കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വലിയ പിന്തുണയാണ് വി ഡി സതീശനുള്ളത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയായിട്ട് ഇദ്ദേഹം വരികയാണെങ്കിൽ ഒരു സമുദായത്തിൻ്റെ മാത്രം നേതാവായി, അല്ലെങ്കിൽ ആ സമുദായത്തിൻ്റെ മാത്രം താല്പര്യത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഗതികേട് ഇദ്ദേഹത്തിന് വന്നു പോകുന്നൊക്കെയാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇതൊരു കാരണം. ഈ കാരണത്തിന് പുറമെ വി ഡി സതീശൻ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയെ സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം തന്നെ ഏതാണ്ട് 47 വർഷത്തോളം ഇടതിന് ജമാഅത്തി പിന്തുണ കൊടുത്തിട്ടുണ്ട്. അന്നേരമൊന്നും നിങ്ങൾക്ക് അവർ ഒരു പ്രശ്നമായിരുന്നില്ല. UDF പിന്തുണ നൽകുമ്പോൾ മാത്രം അവർ തീവ്രവാദി സംഘടനയായി മാറുന്നു. ആ നിലപാട് ശരിയല്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവരുടെ പിന്തുണ സ്വീകരിച്ചത്. മാത്രമല്ല, പഴയ മതരാഷ്ട്രവാദം എന്ന് പറയുന്ന ഒരു നിലപാടൊന്നും ഇപ്പോൾ ആർക്കില്ല, ജമാഅത്തിക്കില്ല എന്ന് പറയുന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ള കുറേയധികം ഘടകങ്ങൾ വി ഡി സതീശന് അനുകൂലമല്ല, പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ആരാണ് വി ഡി സതീശനെ ബാക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ പുറകിലുള്ള ശക്തികൾ ആരൊക്കെയാണെന്നുള്ള ചോദ്യം ഉയരുന്നത്. നേരെ മറിച്ച് ഈ ഒരു ഇസ്ലാമിസ്റ്റുകളുമായിട്ടുള്ള വി ഡി സതീശന്റെ കൂട്ടുകെട്ട് മാത്രമല്ല, അദ്ദേഹം RSS ഏജന്റാണെന്ന് പറയുന്നവരുണ്ട് കേട്ടോ. ഇപ്പൊ CPM നടത്തുന്ന പ്രചരണം എന്ന് പറയുന്നത് വി ഡി സതീശൻ വളരെ കൃത്യമായിട്ട് RSSന്റെ ഒരു ഏജന്റ് ആണെന്നുള്ളതാണ്. മറ്റു ചിലർ പറയുന്നത് അദ്ദേഹം ഇസ്ലാമിസ്റ്റുകളുടെ ഏജന്റ് ആണെന്നുള്ളതാണ്. എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് യഥാർത്ഥത്തിൽ ജനത്തിനറിയാം. ഇവർ ഈ പറഞ്ഞ് ഉണ്ടാക്കുന്നതും മാത്രമല്ല സത്യം. സത്യം എന്ന് പറയുന്നത് ക്രെഡിബിൾ ആയിട്ടുള്ള, വിശ്വാസ്യതയുള്ള ജനങ്ങളുടെ നേതാവാണ് വി ഡി സതീശൻ എന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പം ഈ ജമാഅത്തിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് രീതിയിലുള്ള പോരായ്മകൾ വി ഡി സതീശൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ജമാഅത്തിനെ വല്ലാത്ത രീതിയിൽ പിന്തുണയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജിയെ ഭയങ്കരമായ രീതിയിൽ സ്വീകരിക്കുന്ന രീതിയിലുള്ളൊരു നിലപാട് വി ഡി സതീശൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉയരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം മീഡിയ വൺ ആയിക്കോട്ടെ, അവരുടെ പത്രം ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഭയങ്കര പിന്തുണ, മീഡിയ വണ്ണിനൊക്കെ ഭയങ്കര പിന്തുണ വി ഡി സതീശന് ലഭിക്കുകയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരണമെന്നുള്ള ആഗ്രഹമൊക്കെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിം സമുദായത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ സംഘടനയാണ് സമസ്ത എന്ന് പറയുന്നത്. സമസ്തയുടെ EK വിഭാഗം, അതുപോലെ തന്നെ AP വിഭാഗം. EK വിഭാഗം ഇപ്പോൾ ഈ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടിട്ട് കാസർഗോഡ് സമസ്തയുടെ നടന്നല്ലോ. അതിലവർ കൃത്യമായിട്ട് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അതായത് യുവാക്കളെ സ്വാധീനിക്കുന്ന ജമാഅത്തി, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അതിൻ്റെ വളർച്ചയെ, സ്വാധീനത്തെ തടയണം ഒരു മതേതര സമൂഹം
എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് തന്നെ ജമാഅത്തിനെതിരെ വലിയ പ്രമേയങ്ങൾ പാസ്സാക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ജമാഅത്തിനെ എൻഡോസ് ചെയ്യുന്ന അവർ പഴയ നിലപാടൊക്കെ പിന്തള്ളിയിട്ടുള്ളവരാണ് എന്ന് പറയുന്നൊരു ഒരു കാര്യം വി.ഡി. സതീശൻ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുമ്പോൾ അത് അന്ന് മാത്രമല്ല ഇന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണത്താലാണ് ഒരു പക്ഷേ ഇപ്പം വി.ഡി. സതീശന് ഈ മുഖ്യമന്ത്രി സ്ഥാനം തെറിച്ചു പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതും ഒരു കാരണമാകാം എന്നുള്ളതാണ്. എന്താണ് തോന്നുന്നത്? ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നോക്കുകയാണെങ്കിൽ കോൺഗ്രസ്സിൽ സതീശനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മാക്സിമം ഉള്ള ഒരു MLA എന്ന് പറഞ്ഞാൽ ഒരു 8 പേര് ഉണ്ടാവുള്ളൂ. ഇതിനപ്പുറത്തോട്ടൊരു സപ്പോർട്ട് കോൺഗ്രസ് MLA എന്നുള്ള നിലയ്ക്ക് സതീശന് കിട്ടുന്നില്ല. പിന്നെ രണ്ടാം സ്ഥാനമുള്ളത് ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലക്കാണ്. ഏകദേശം 10-11 ആൾക്കാർ സപ്പോർട്ടുണ്ട്. മെജോറിറ്റി നല്ലൊരു ശതമാനം ഉള്ളത് 66 MLA ടോട്ടൽ കോൺഗ്രസ്സിലുള്ളത്. അതിൽ നല്ലൊരു ശതമാനം 40-ന് മുകളിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് KC വേണുഗോപാലിനാണ്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ വി.ഡി. സതീശന് ബാക്കപ്പ് ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അത് ലീഗാണ്. മുസ്ലിം ലീഗിന് 27 സീറ്റിൽ മത്സരിക്കുന്നു, 22 ഏകദേശം 95 അവരുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കും ഇല്ലാത്ത ഏറ്റവും വലിയത് ലീഗിന് തന്നെയാണ്. അപ്പം ആ ലീഗിൻ്റെ ഒരു പിന്തുണ എന്ന് പറഞ്ഞാൽ അത് സതീശനാണ്. പിന്നെ ഇപ്പം നമ്മൾ കാണുന്നൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഈ മുസ്ലിം സംഘടനകൾ ഇപ്പം ഞാൻ പേഴ്സണലി പറയുന്നതാണ്, ഹിന്ദു വിഭാഗത്തിൽ തീവ്രവാദി സംഘടനകളുണ്ട്. അതിലുദാഹരണം ഞാൻ പറയുന്നതാണ് പിന്നെ RSS, ക്രിസ്ത്യാനികളിൽ കാസ, മുസ്ലിങ്ങളിൽ SDPI, ജമാഅത്തെ ഇസ്ലാമി. അപ്പം ഇവരൊക്കെ ഞാൻ തീവ്രവാദി ബന്ധത്തിലേ ഞാൻ കാണുന്നുള്ളൂ. മീൻസ് രാജ്യത്തിനെതിരെയുള്ള സാധനം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണൽ ഹാർമണി ഇവിടെ തകർന്ന് തരിപ്പണാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമസ്ത ഈ പറഞ്ഞ പോലെ സമസ്ത EK വിഭാഗം, സമസ്ത നമുക്ക് രണ്ടായിട്ട് പറയാം. സമസ്ത AP, അതായത് AP എന്ന് പറഞ്ഞാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിശ്വസിക്കുന്ന ആൾക്കാർ, പിന്നെ സമസ്ത EK ശംസുൽ ഉലമ പോലത്തെ വിഭാഗത്തെ വിശ്വസിക്കുന്ന ആൾക്കാർ. അപ്പോൾ EK വിഭാഗമാണ് എന്നും ലീഗിൻ്റെ ഒരു നട്ടല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നല്ലൊരു ശതമാനം EK വിഭാഗം സപ്പോർട്ട് ചെയ്യുന്നത് ലീഗിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പക്ഷേ അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രമേയം പാസ്സാക്കി 100-ാം വാർഷികത്തിൽ പിന്നെ ഇവരുടെ ഐഡിയോളജി തന്നെ ഇവർക്കെതിരാണ്. ജമാഅത്തെ ഇസ്ലാമിക്കും അതേപോലെ മുജാഹിദ് വിഭാഗത്തിനൊക്കെ എതിരെ ഉള്ള ഒരു തോട്ട്സ്, ചിന്താഗതി ഉള്ള ഐഡിയോളജി ഉള്ള ഒരു വിഭാഗമാണ് സമസ്ത സുന്നി വിഭാഗം. അപ്പോൾ ഈ ശംസുൽ ഉലമ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ EK വിഭാഗം, ഒരു EK എന്ന് പറയുന്നതിൻ്റെ പേര് EK അബൂബക്കർ മുസ്ലിയാർ എന്നാണ്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷേ EK സമസ്തയിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് ലീഗിനെയാണ്. അപ്പോൾ ഇവരാണ് ഇവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ SDPI സപ്പോർട്ട് ചെയ്യുന്നത് ആരെയെന്നുള്ളത് നമ്മൾ നോക്കണം. അവർ സപ്പോർട്ട് ചെയ്യുന്നത് CPM-നെയാണ്. അപ്പോൾ അവർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞു കാസർഗോഡ് അവരുടെ സ്ഥാനാർത്ഥി അവർ പിൻവലിച്ചു, എന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് CPM-നെയാണ്. അതേപോലെ നേമത്ത് അവരുടെ സ്ഥാനാർത്ഥി അവർ പിൻവലിച്ചു, സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് CPM-നെയാണ്. SDPIയുടെ സപ്പോർട്ട് എല്ലാ കൊല്ലവും ഞാൻ പറയുന്നില്ല. ഇത്രയും കാലം SDPIയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് UDF-നായിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നത് LDF-നായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നേരെ തിരിച്ചാണ് പറഞ്ഞത്. അതായത് SDPIയുടെ സപ്പോർട്ട് ഇടതുപക്ഷത്തിനും ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് ഈ പറഞ്ഞ പോലെ UDF-നാണ് വന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു സപ്പോർട്ട് കൊടുക്കലാണ്. പക്ഷെ സതീശൻ പരസ്യമായിട്ട് ചോദിച്ചിട്ടില്ല. പക്ഷെ തന്നപ്പോൾ സതീശൻ എതിർത്ത് പറഞ്ഞിട്ടുമില്ല, സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അടിയിൽ നല്ലൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗിനെ എതിർത്തുകൊണ്ട് സമസ്ത രംഗത്ത് വന്നു എന്നുള്ളതാണ്. കാരണം സമസ്ത ഇന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രത്തിനെതിരെ നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അവർ പറഞ്ഞു ലീഗ് ഇങ്ങനെ പോകരുത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള ധ്രുവീകരണത്തിലോട്ട് സംസ്ഥാനത്ത് കൊണ്ടുപോകും. കാലാകാലങ്ങളായിട്ട് ഇല്ലാത്തൊരു സാധനമാണ് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ് പിൽക്കാലത്ത്. അപ്പം നമുക്കറിയാം SIO സ്റ്റുഡൻറ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഈ പറയപ്പെട്ട പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്റ്റുഡൻസ് വിങ് ആണത്, ലേഡീസിൻ്റെ വിങ് ആണെന്ന് തോന്നുന്നു. അപ്പം ഇത്തരത്തിൽ പലപ്പോഴും പല വിവാദങ്ങളും ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ടാക്കിയൊരു ടീമാണിത്. അപ്പം ഇത്തരത്തിൽ അവരുടെ ഒരു പിൻബലം വാങ്ങിക്കുന്നത് ഞാനും അതിനെതിരെ തന്നെയാണ്. ഈ സെക്യുലറിസത്തെ ഒട്ടും സ്വീകരിക്കാത്ത ഒരു കൂട്ടറാണ് ആര്? ജമാഅത്തെ ഇസ്ലാമി. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലീഗ് മുമ്പോട്ട് വെച്ച മതരാഷ്ട്രവാദത്തെ അല്ലെങ്കിൽ വിഭജനത്തെ ഞങ്ങളൊട്ടും ആ കാലഘട്ടങ്ങളിൽ തന്നെ അതിനെ എതിർത്ത് പോന്നിട്ടുള്ളവരാണ്. ഒരു പാൻ ഇസ്ലാമിക് മൂവ്മെന്റ് ആണല്ലോ, അതായത് ദേശീയവാദത്തെ പോലും അവർ അംഗീകരിക്കുന്നില്ല, ഒരു പ്ലാൻ ഇസ്ലാമിക് സംഗതിയാണ്. അതിൻ്റെ അത്തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രത്തെ എന്തിനായിരുന്നു വി.ഡി. സതീശൻ അംഗീകരിച്ചത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ജമാഅത്തി പഴയ നിലപാടുകളൊക്കെ മാറ്റി എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞത്? അത് അദ്ദേഹം പറഞ്ഞത് ഈ നിലമ്പൂർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഘട്ടത്തിലാണ് ഇത് വിവാദമാവുന്നത്. ആദ്യം ഇത് ഇദ്ദേഹം പറഞ്ഞതിന് തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ജമാഅത്തിയുടെ ഒരു നേതാവ് തന്നെ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അദ്ദേഹം തന്നെ വന്നിട്ട് ഇത് വി.ഡി. സതീശൻ പറഞ്ഞത് ശരിയല്ല,
എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിലപാട് ഫേസ്ബുക്കിൽ കുറിപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ ഈ ഒരു സംഗതിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടായി. പിന്നീട് വന്നിട്ട് ഒരു തരത്തിലും ഇതിനെ പിന്തള്ളാൻ വി ഡി സതീശൻ തയ്യാറായുമില്ല. അപ്പൊ ആരാണ് വി ഡി സതീശന് പുറകെ ഉള്ളത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. ഈ തെരുവിൽ നടക്കുന്ന ഈ ഒരു തർക്കം അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണ ആരുടെ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്? അദ്ദേഹം വയനാട് CPM-കാരെ അഴിച്ചുവിടുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് വീടെവിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നല്ലോ. പിരിച്ച കാശ് കൊണ്ടാണ് ഇപ്പം കുറേ അധികം ഈ തെരുവിൽ നടക്കുന്ന യുദ്ധം നടത്തുന്നത് അവിടെ നിന്ന് പിരിച്ച കാശ് കൊണ്ടാണ് എന്നുള്ളൊരു പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇത് ആത്യന്തികമായിട്ട് തിരിച്ചടി ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അത് CPM-നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം ഈ പറഞ്ഞ പോലെ അവർ പൈസ പിരിച്ചിട്ടുണ്ട് കോൺഗ്രസ്സുകാർ. പക്ഷെ ഇന്നേ വരെ അവർ ആദ്യം പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് ആണ് പൈസ പിരിച്ചത് എന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ആ ടൈമിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന്റെ ആ ടൈമിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ്. പിന്നീട് അത് രാജിവെക്കുന്നു, അത് സ്ഥാനത്ത് ഒഴിയുന്നു. പിന്നെ യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഞങ്ങളല്ല പിരിച്ചത്, KPCC ആണ് അതിന്റെ ഫണ്ടൊക്കെ മാനേജ് ചെയ്യുന്നത് എന്നാണ്. ഇവർക്ക് തന്നെ അറിയില്ല ആരാണ് പിരിച്ചതെന്നുള്ളത്, എത്രയാണ് ടോട്ടൽ ഫണ്ട് കിട്ടിയത്. അവർക്ക് പറ്റിയ വലിയ വീഴ്ച തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. കോൺഗ്രസ് സംബന്ധിച്ച് ഇവർ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് അറിയുന്നില്ല എത്ര ഫണ്ട് കിട്ടിയെന്ന് ഇവർ പറയുന്നില്ല, എങ്ങനെയൊക്കെ ചിലവാക്കി എന്ന് പറയുന്നില്ല, ഏത് വിഭാഗത്തിലാണ് ചിലവാക്കി എന്ന് പറയുന്നില്ല. ടോട്ടലി ഒരു മഞ്ഞുമറയാണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ടാണ് CPM പോലത്തെ പിന്നെ എന്താ പറയുക ഫണ്ട് അവിടെ കോൺഗ്രസ് എന്നുള്ള തരത്തിലായിട്ട് മുമ്പോട്ട് വരും. അത് ഒരിക്കലും അവരെ പറഞ്ഞിട്ട് കാര്യമല്ല. പക്ഷെ ഇതിനെ നമുക്ക് ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അദ്ദേഹത്തിന് പിന്നിൽ മുഴുവൻ ഇസ്ലാമിസ്റ്റുകളാണ് എന്നൊക്കെ പറയുന്നതിനെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും സാധിക്കില്ല എന്നുള്ളതാണ്. അത് പ്രചരിപ്പിക്കുന്നവരുടെ ഉദ്ദേശം മറ്റു പല ഉദ്ദേശങ്ങളുമാണ്. വി ഡി സതീശൻ തന്നെ താനൊരു ഇത്തരത്തിലുള്ള കുറേ അധികം സമീപനങ്ങൾ രൂപപ്പെടുന്നതുകൊണ്ടാകാം താനൊരു ഹിന്ദു പക്ഷത്ത് നിൽക്കുന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാകാം ഒരു പക്ഷേ ഇപ്പം നിരന്തരമായിട്ട് ഇപ്പൊ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കുക. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മൂകാംബിക ക്ഷേത്രത്തിൽ അദ്ദേഹം സന്ദർശിച്ചു. ഈ മറ്റേ ചാർട്ടഡ് ഫ്ലൈറ്റിൽ പോയൊരു വിവാദം ഉണ്ടായല്ലോ, അന്ന് മൂകാംബിക ക്ഷേത്രത്തിൽ സന്ദർശിച്ചിട്ടുണ്ടായി. അപ്പം എന്താണ് ഇതിന്റെ ആകത്തുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ഒരു വിഭാഗത്തിന്റെയും നേതാവാകാതെ എല്ലാവരുടെയും നേതാവായിട്ട് വി ഡി സതീശൻ നിലനിൽക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പെടുത്ത അതേ നിലപാട് അതിനിപ്പോഴും വലിയ വിലയുണ്ട് എന്ന് വി ഡി സതീശൻ തിരിച്ചറിയണം എന്നാണ് പറയാനുള്ളത്. അതായത് സാമുദായിക നേതാക്കൾക്ക് മുമ്പിൽ ഏതും ആയിക്കോട്ടെ ഇരിക്കാനേ രാഷ്ട്രീയക്കാർ തുനിയാൻ പാടുള്ളൂ, കിടക്കരുത്, അവരുടെ മുമ്പിൽ കിടക്കരുത്. വി ഡി സതീശൻ ഒരു സമുദായത്തിൻ്റെ മുമ്പിലും കിടക്കാതിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളൊരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്.